ആ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും ദിക്റിലും തസ്ബീഹിലുമായി ആയിരിക്കുന്ന ആ ഉമ്മ റമളാൻ കഴിഞ്ഞ് ആ തറാവീഹ് കഴിഞ്ഞിട്ട് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്ര, മക്കളെ എനിക്ക് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ആ ഉമ്മ, എന്റെ കഫംപുട ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറയിലുണ്ട്, എനിക്കുള്ള എല്ലാം അതിലുണ്ട്. ആ ഉമ്മ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്നോടാ പറയുന്ന ആള് പറയാണ്, ഉമ്മ ഇങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോ, കലിമ ഇങ്ങനെ ചൊല്ലുമ്പോ ഞങ്ങൾക്ക് എന്തോ ഒരു പരിമളം ആ പരിസരത്ത് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. കാരണം എന്താ, ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് പേടി ഉണ്ടാവില്ല. പേടിയാർക്കാ? ഇതിങ്ങനെ പിടിച്ചവനാണ്, ഒന്നും ചെയ്യാത്തവനാണ്. ഞാൻ വരുന്നില്ല അല്ലാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പുതുവത്സരം വരുമ്പോ റോഡിലൂടെ ബൈക്കുകളുമായി ചീറിപ്പാഞ്ഞ് അങ്ങാടികളിൽ പോയി, കടലോരങ്ങളിൽ പോയി, ബീച്ചുകളിൽ പോയി, പാശ്ചാത്യൻ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജാവഹമായ രീതിയിൽ ആടാനും പാടാനുമാണ് നമുക്കിടയിലെ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത് എങ്കിൽ എങ്ങനെ അവന് നല്ല മരണം ഉണ്ടാവും? എങ്ങനെ അവന് സന്തോഷിക്കുവാൻ കഴിയും? അല്ലേ? കാമുകിമാരോട്ട് ലഭിക്കുന്ന രാവുകളാണ് അവന്റെ രാവുകളെങ്കിൽ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും അലഞ്ഞു നടക്കുന്ന മണിക്കൂറുകളാണ് അവന്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ നഊദു ബില്ലാഹ്, എങ്ങനെ അവന് പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് ഫറൗഹും വറൈഹാൻ? അല്ലേ? അല്ലാമ ഇഖ്ബാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അല്ലാമ ഇഖ്ബാൽ വലിയ മഹാനാണല്ലോ. ബല്ലിഉ സലാമി, അല്ലാഹു പറയാൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. മരിക്കുന്ന സമയത്ത് നല്ല ആശ്വാസമാണ്, നല്ല സുഗന്ധമാണ്. എന്തൊരു മരണമാണ്! എന്തൊരു ഈമാനോടെയുള്ള മരണമാണ്! എന്തൊരു തഖ്വയോടെയുള്ള മരണമാണ്! ഇഖ്ബാൽ, അല്ലാമ ഇഖ്ബാൽ നിങ്ങൾക്കറിയാലോ, നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദുമാര് ബല്ലിഉ സലാമി റൗളതൻ ഫിഹൻ നബിയുൽ മുഹ്തറം ഇന്നിൽ തിയാ ريح الصبا يوما إلى أرض الحرم بلغ سلامي روضة فيها النبي المحترم. എന്നെങ്കിലും മന്ദമാരുതനെ ആ പുണ്യമണ്ണിൽ നീ എത്തിച്ചേരുമെങ്കിൽ എന്റെ സലാമിനെ ആ റൗളയിലെത്തിക്കണേ എന്ന് റൗളയെ ഓർത്ത്, നബിയെ ഓർത്ത് പാടുകയും പറയുകയും ചെയ്ത അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ യാ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇഖ്ബാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ജ്യേഷ്ഠനോട് ഇഖ്ബാൽ പറഞ്ഞു, മൈ മുസൽമാൻ ഹൂ, ഞാൻ മുസ്ലിമല്ലേ, ഞാൻ എന്തിനു മരണത്തെ പേടിക്കണം? എന്നിട്ട് ഇഖ്ബാൽ തന്റെ അവസാനത്തെ കവിത പാടി, നിശാനെ മറദെ മുഅ്മിൻ ബാത്തു ഗോയം ചൂം മറഗെ ആമദ് തബസ്സും ബർലബവേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം സഹോദരാ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ അടയാളം? മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചൂം മറഗെ ആമദ് തബസ്സും ബർലബവേ, പുഞ്ചിരിക്കുന്ന മുഖവുമായി മരണത്തെ അവൻ കാത്തിരിക്കുമ്പോ ആ മരണം അവന്റെ അടുക്കലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വരലാണെന്ന് ഇഖ്ബാൽ. എങ്ങനെയാണ് ഒരു മനുഷ്യന് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുക ഈമാനുള്ള ഒരാൾ മരണപ്പെടുമ്പോ? കാരണം അവൻ കാത്തിരിക്കണത് എന്താ? അവൻ എവിടെ നിന്നാ പോകുന്നത്? ചിന്തിക്കണം, എവിടുന്നാ പോകുന്നത്? ഈ ദുനിയാവിൽ നിന്ന്
ഇവിടുത്തെ സുഖത്തിന്റെ അവസ്ഥ എന്താ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന്, നശ്വരമായ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയാണ്. അവനറിയാം ഒന്നും ശാശ്വതമല്ല. എന്തിന് ശാശ്വതമല്ല എന്ന് പറയണം? നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് എത്ര ആയുസ്സാണുള്ളത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് എത്ര ആയുസ്സാണുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന് എത്ര ആയുസ്സാണുള്ളത്? ചിന്തിക്കാറുണ്ടോ നമ്മൾ? നമുക്കും അത്ര തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്. ഒഴിവാക്കി 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 ദുനിയാവ് മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടവരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല നബിയോട് പറഞ്ഞത്, നബിയേ വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹു നബിയോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ അല്ലാഹു ഒരിക്കലും താങ്കളെ കൈപിടിഞ്ഞിട്ടില്ല നബിയേ. നിങ്ങൾ പേടിക്കണ്ട, അങ്ങയോട് അല്ലാഹു പിണങ്ങിയിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. പരലോകമാണ് ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുണ്ട്. ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവും, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇത് ദുഃഖങ്ങളുടെ ലോകമാണ്. ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ആഖിറത്തെ ആഗ്രഹിച്ചോളൂ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. കണ്ടോ എങ്ങനെയാണ് ഈമാനുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സന്തോഷിക്കാതിരിക്കുക? സയ്യിദുനാ ബിലാൽ പറയൂ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്ത് ബിലാലിന്റെ ഭാര്യ തൊട്ടടുക്കലിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരാണ് എനിക്കുള്ളത്? എന്റെ ഭർത്താവ് പോയാൽ വാ കർബാ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ, എന്റെ സങ്കടമേ എന്ന് നിലവിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് പറയാണ്, വാ ത്വറബാ, വാ ത്വറബാ, ഞങ്ങളുടെ ആനന്ദമേ, സന്തോഷമേ, എന്തൊരു സന്തോഷമാണ്, മരണം എന്തൊരാനന്ദമാണ്. ഗദൻ നൽഖൽ അഹിബ്ബാ, നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിബ്ബാ, മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കണ്ടുമുട്ടാൻ പോവുക. അവരാണ് മരിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. റെഡിയാണോ? അവരാണ് വിളിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. മരിക്കണ സമയത്ത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ചാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജീവിതം മുഴുവൻ അവർ കലിമ ചൊല്ലുകയായിരുന്നു. ഞാൻ വലുതാകാൻ വേണ്ടി പറയില്ല, എന്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്, എന്റെ വല്യമ്മ മരിക്കുന്നത് 2007-ലാണ്. മൊബൈൽ ഫോണുകളൊന്നും സജീവമായിട്ടില്ല. നമ്മുടെ വീട്ടിൽ TV ഇല്ല. വീടിന്റെ ആ അസൗകര്യങ്ങളെല്ലാം ഉണ്ട്. വല്യമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ പാത്തുമ്മാന്റെ ആട് എന്നൊക്കെ പറയുന്നത് പോലെ ആട്, പശു കൂട്ടത്തിൽ ഈ വല്യപ്പാർക്ക് ഏറ്റവും വലിയ, നമ്മളൊരു പക്ഷെ മക്കൾ നന്നായി കൊടുക്കും മീൻസ് അടിക്കും. ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പാരടിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഒരു പിശുക്കും കാണിക്കാറില്ല. ഇവരാരും മിണ്ടുന്നില്ല. അങ്ങനെയല്ലേ? ഉമ്മാരും വാപ്പാരും അടിക്കും, പക്ഷേ വല്യമ്മയോ വല്യപ്പയോ പ്രഹരിക്കുന്നത് അപൂർവമായിരിക്കും. ഉമ്മ അടിക്കുന്ന സമയത്ത് വല്യമ്മ വന്ന് ചീത്ത പറയും ഉമ്മായെ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമുക്കൊക്കെ. എന്റെ വല്യമ്മയുടെയും സ്വഭാവം അത് തന്നെയായിരുന്നു. നല്ല വല്യമ്മയായിരുന്നു എന്റെ വല്യമ്മ.
പാവമായിരുന്നു അവർ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് അവസാനം രോഗം ഉണ്ടാകുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ്. എല്ലാം മറന്നുപോകും. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും. നാട്ടിലാരെങ്കിലും മരിച്ചാൽ പിന്നെ വല്യമ്മ തസ്ബീഹ് കുറച്ചു കാലം നിലത്ത് വെക്കൂല. വല്യമ്മ ഇങ്ങനെ ദിക്ർ ചൊല്ലും. ചോദിച്ചാൽ പറയും അവന് ഞാൻ ഒരു 70,000 ചെല്ലാണ്, അവർക്ക് ഞാൻ ഒരു 70,000 ചെല്ലാണ് ദിക്ർ ചെല്ലാന്ന് പറയും. വല്യമ്മ ആരും ഇല്ലെങ്കിൽ ഒന്നും ആരും മരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വലിയ ചൊല്ലിട്ട് പറയും എനിക്ക് ചെല്ലാന്ന് പറയും. നിങ്ങൾ എന്താ ചെല്ലുന്നു വെച്ചാൽ പറയും ഞാൻ ദിക്ർ ചെല്ലാണ്, ആർക്കാ എനിക്ക് തന്നെ എന്ന് പറയും. ഒരു സാധാരണക്കാരി. എല്ലാം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ എല്ലാം മറന്നു പോകുന്ന അസുഖമാണ്. എല്ലാം മറന്നു. എന്റെ വല്യമ്മ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾ ആരാന്നറിയില്ല. വാപ്പയെ അറിയില്ല, ഉമ്മയെ അറിയില്ല, ഒരാളെയും അറിയില്ല. അങ്ങനെ അറിയാതെ, ഒരാളെയും അറിയാതെ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ, എന്റെ വല്യമ്മയുടെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവസാന നിമിഷം വരെ ഓർത്ത ഒന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്, അവസാന നിമിഷം വരെ ഓർത്ത ഒന്ന് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്തും പറഞ്ഞു അത് അല്ലേ. ഞാൻ നിങ്ങളൊക്കെ ഒരു പതാക പിടിക്കാറുണ്ട് അല്ലേ? സമസ്തയുടെ പതാക, SKSSFന്റെ പതാക, SYSന്റെ പതാക. എന്തേ അത് പിടിക്കുന്നു? അത് ലയണൽ മെസ്സി പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. അതേതെങ്കിലും സിനിമാ നടൻ പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. ഏതെങ്കിലും ക്രിക്കറ്റ് താരം പിടിച്ചത് കൊണ്ടാണോ? ലോകത്തേതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ ഏതെങ്കിലും ആള് പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പിന്നെയോ പഴഞ്ചന്മാർ എന്ന് വസ്ത്രം നോക്കിയാൽ പറയാൻ കഴിയുന്നവർ പിടിച്ച പതാകയാണ് അല്ലേ? ആരാണവർ? അങ്ങനെ ഒരു മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യൻ എല്ലായിടങ്ങളിലും ഓടി നടന്നത് അല്ലാഹുവിന്റെ കലിമത്തിനെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാനായിരുന്നു. ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. അല്ലാഹു അവരുടെ പിന്നിൽ അണിനിരക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണല്ലോ. നാളെ ഇവിടെ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ ലക്ഷ്യം? ഒരു ഭൗതിക താല്പര്യമില്ല, ഒരു ഭൗതിക താല്പര്യമില്ല. നമ്മളൊക്കെ ആ മഹാന്മാരെയൊക്കെ പറ്റി പറയുമ്പോ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്നോട് പറഞ്ഞു, നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വലിയ ഭൗതിക താല്പര്യമാണ്. കാരണം നമ്മൾ ഹദിയ കൊടുത്താ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ പോലെ അത് കീശയിലിടും. പക്ഷേ ഒരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല, ഒരിക്കതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരേന്തിയ പതാക നമ്മൾ കയ്യിലേന്തുന്നത്. ശംസുൽ ഉലമ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരുടെ അവസാന സമയത്ത് കിടക്കുകയാണ്. തൊട്ടുമുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോയി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു. ആ ദിവസമാകുമ്പോഴേക്ക് ആദ്യത്തെ പ്രാർത്ഥന മഹാനുഭാവന് കിട്ടി. ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ. ചുറ്റുപാടുള്ളവരോട് അടുക്കലേക്ക് വരാൻ പറഞ്ഞു, യാസീൻ ഓതാൻ പറഞ്ഞു. യാസീൻ ഓതി. യാസീൻ ഇങ്ങനെ കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ബഹുമാനപ്പെട്ടവർ ഇജാബത്ത് ചെയ്യുന്നു. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നൊന്നും ഉണ്ടിയില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടന്നു അവർ. എന്തേ കാര്യം? എന്തേ കാര്യം? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം.
അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആമീൻ പറയും. അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി മക്കളെ? ഇവിടെ വാച്ച് അനുവദനീയല്ലേ? അനുവദനീയാണോ? അല്ലാന്ന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ അനുവദിപ്പിച്ച് തരണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ഇവരാരും കേൾക്കൂല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര മണിക്കൂറായിട്ടുണ്ടാവും? 1 മണിക്കൂറായോ? 1 മണിക്കൂറായില്ലേ? 3/4 മണിക്കൂറായിട്ടുള്ളൂ. 1 മണിക്കൂറായല്ലോ അല്ലെ? 1 മണിക്കൂറായിട്ട്. അതുകൊണ്ടാണ് മക്കൾ ചെറുതായിട്ടൊന്ന് തൂങ്ങുന്നുണ്ടോന്ന് സംശയം. തൂങ്ങാറിന് അവിടെ ഉറങ്ങാൻ തന്നെയല്ലേ? ആടുന്നുണ്ടോന്ന് സംശയം. ഉസ്താദുമാരും എണീക്കരുത്. നമ്മുടെ സദസ്സ് നമ്മൾ എണീറ്റെന്നാലോ? ഞാൻ ഏതായാലും നിൽക്കല്ലേ, ബുദ്ധിമുട്ടാവില്ല. ഒന്ന് ചാടണോ? ഉസ്താദുമാര് ചാടിക്കലില്ലേ? ചാടുക ജമ്പ് വേണ്ട വേണ്ട വേണ്ട. ഒരു സലാത്ത് തന്നെ എല്ലാവരും ക്ഷീണം ഉറക്കൊക്കെ പോകും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്ക ക്ഷീണം എന്നത് പോയവർ മാത്രം ഇരിക്കുക. ബിസ്മില്ലാഹ്. എല്ലാരും ഉറക്ക ക്ഷീണം പോയോ? എന്നാ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇവിടെ ബക്കറ്റ് ഉണ്ടോ? ഇല്ലേ? ബക്കറ്റ് ഉണ്ടോ? ഇപ്പൊ കൊടുത്ത എല്ലാരും ഉറക്കത്തിന് എണീറ്റുകൊണ്ടാണ്. അവിടെ എല്ലാരും അറിഞ്ഞോളൂ. ഇപ്പൊ സഹോദരിമാരെ അവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ സഹോദരിമാരില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളുടെ അടുക്കലേക്ക് ആരാ ചെല്ലുന്നത്? ഞാൻ തന്നെ തുടങ്ങല്ലേ. അത് ഇതിന്റെ തിരക്കിനിടയിൽ അത് മറന്നു പോകണ്ടാച്ചിട്ടാണ്. വേം വരി ബിസ്മില്ലാഹ്. എന്താ ബക്കറ്റിട്ടൊന്നും വരാത്തത്? സാധാരണ വാതിന് പോയ ആദ്യം അതായിരിക്കും പറയും, ഉസ്താദ് വലിയൊരു ബക്കറ്റ് ഉണ്ടോ നിറച്ചു തരണം എന്നാ പറയും. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണോ അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റബ്ബ്, എന്തൊക്കെ നിയ്യത്തുകളോടെയാണോ നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു ആ നിയ്യത്തുകളെയൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബക്കറ്റ് ശരിക്കാൻ പോയതാണോ? യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വേം വരിട്ടാ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് എത്താം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാരും മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വലുതായ കൊടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ വലിയ ആലിമീങ്ങളും വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ കൊടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യമാകുമ്പോ ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തെ നിങ്ങളും കൂടെ ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് നിങ്ങളെയൊക്കെ നല്ല പ്രഗത്ഭരായ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രഗത്ഭരായ, അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും, അതിനേക്കാൾ പ്രഗത്ഭരായ പണ്ഡിതന്മാരാക്കി അള്ളാഹു ഈ സ്ഥാപനത്തിലും പഠിക്കുന്ന ഓരോ മക്കളെയും അള്ളാഹു വളർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ കുട്ടികളൊന്നും ഇപ്പൊ തൽക്കാലം ഒന്നും തരുന്നില്ല. അപ്പൊ അവർക്കുള്ളതും കൂടെ സദസ്സ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കീശന്ന് ഇങ്ങനെ എടുത്ത് വെച്ചോളൂ. എന്നാ പിന്നെ ഇനിയിപ്പോ റിസ്ക് ഇല്ല. പടച്ചോനെ, ഒരു ബക്കറ്റ് ഇവിടെ കടയിലേക്ക് വാങ്ങാൻ പോയതല്ലോ, ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി പറയാനെന്നുള്ള നിലക്ക് നിൽക്കുകയാണ് ഞാൻ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. എന്തൊക്കെ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിൽ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു ആ സ്വതക്കകളെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ആ സ്വതക്കകളുടെ നിയ്യത്തുകൾ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ. അത് ഉപയോഗിച്ച് ഈ ഇൽമിന്റെ, ഈ ദീനിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ എല്ലാ റഹ്മത്തും ബറക്കത്തും അള്ളാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ചെറുതാണ്. അല്ലാ ബക്കറ്റ് മനസ്സിലായില്ല. ഓക്കെ അത് ചെയ്യാം. സമയം എത്ര മണിക്ക്? 11:40 11:40 ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ലവനല്ലെങ്കിൽ നമ്മൾ ആലോചിക്കരുത് അമേരിക്കയിലുള്ള ആളാവും, അത് ബ്രിട്ടനിലുള്ള ആളാവും ആലോചിക്കരുത്. നല്ലവനല്ലെങ്കിലോ അവന്റെ മരണാവസ്ഥ വളരെ മോശമായിരിക്കും. നഊദു ബില്ലാഹ്. സന്തോഷം ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല. ദുനിയാവിൽ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിധിക്കുകയും അരുത്. നമ്മൾ അല്ലാഹുവോട് കാവൽ തേടുക. പടച്ചോനെ നല്ല മരണം തരണേ, ഈമാനോടെയുള്ള മരണം തരണേ. റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്,
ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സമ്പാദ്യമാണ് അവൻ അനുഭവിക്കാൻ കഴിയാന്നറിയോ? കോടികൾ അവൻ നാസ്തിയുണ്ടെങ്കിലും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് മാ അക്കല ഫഅഫ്നാ. എന്തൊരു പോയിന്റാണ് 14 നൂറ്റാണ്ട് പറയുന്നതെന്നറിയോ? അവൻ തിന്ന് നശിപ്പിച്ചത്. അവന് നല്ല ജോലിയുണ്ട്, 50,000 രൂപ ശമ്പളമുണ്ട്, അതിൽ 25,000 രൂപ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ്? തിന്നാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ചിക്കൻ പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത് എല്ലാം അവന് ഇങ്ങനെ അകത്താക്കി. അതവന് കിട്ടിക്കഴിഞ്ഞു, അതവന്റെ ശരീരത്തോട് ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാലോ ധരിച്ച് നുരുമ്പിപ്പോയത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്താണ് തീ പറഞ്ഞത്? മനസ്സിലായോ? നമ്മൾ ഹദീസ് പഠിച്ചതല്ലേ, ധരിച്ച് നുരുമ്പി അവന് കിട്ടി, നുരുമ്പിയിട്ടില്ലെങ്കിലോ? ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ എന്റെ മുമ്പില് വലിയ 2 ഉറകൾ നിറയെ, വലിയ 2 ചാക്ക് പോലെയുള്ള വലിയ ഷോപ്പറുകൾ നിറയെ ഡ്രസ്സുകളുമായിട്ട് അയാൾ വന്നു. നോക്കിയപ്പോഴോ നല്ല ജീൻസ്, നല്ല പാന്റ്, ടീഷർട്ട്, അതുപോലെ നല്ല ഷർട്ട്സ് എല്ലാം ഉണ്ട്, ഒരുപാട്. അപ്പോഴാണ് അയാളുടെ കഥ പറഞ്ഞത്. ഉസ്താദേ, എന്റെ മോന് കഴിഞ്ഞ വർഷം മരിച്ചു. ഒറ്റ മോനെ ഉണ്ടായിരുന്നു, 17 വയസ്സായിരുന്നു. പെട്ടെന്ന് ഒരസുഖം ബാധിച്ചയാൾ മരിച്ചുപോയി. ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് ഈ വസ്ത്രം കാണുമ്പോ കരച്ചിലോട് കരച്ചിലാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു, ഈ വസ്ത്രം ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഇത് പാകമുള്ള പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ. നല്ല രസമുള്ള വസ്ത്രങ്ങൾ. അയ്യോ, ഉസ്താദിനെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് ആരും വിചാരിക്കരുത്. അതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മുരുമ്പ്യാവന്. എന്റെ ഉമ്മമാരെ, ധരിച്ചിരിക്കുന്ന കണ്ടാഭരണങ്ങളുണ്ടല്ലോ, കാതിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ, അപ്രകാരം നിങ്ങളുടെ വസ്ത്രങ്ങളുണ്ടല്ലോ, സാരിയുണ്ടല്ലോ, പർദ്ദയുണ്ടല്ലോ. ഇന്ന് രാത്രി വാഴ കഴിഞ്ഞ് നിങ്ങൾ പോയി അല്ലാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ബാക്കി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കല്ലേ. അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാം? എത്ര കേസ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. മരിച്ചു കഴിഞ്ഞാൽ ആ ശേഷം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായിരിക്കും ഉമ്മാന്റെ കഴുത്തിലെയും കാതിലെയും ആഭരണം. ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എന്റെ അടുക്കൽ വരാൻ, പള്ളിയിൽ വരാൻ. അതാണ് മനുഷ്യന്മാരുടെ പ്രശ്നം. ധരിച്ച് അത് നുരുമ്പിപ്പോയാൽ അവന് കിട്ടി, അല്ലെങ്കിൽ അവന്റെ പിൻഗാമികൾക്കുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഔ അഅ്താ ഫഖ്തനാ, മറ്റൊന്ന് അല്ലാഹു അവന് കൊടുക്കുന്നതെന്നറിയോ? മരണാനന്തരം അവൻ അല്ലാഹുവിന് വേണ്ടി നൽകി, പരലോകത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നൽകിയ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അല്ലാഹു ആ സഹോദരന് അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു തരട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു ഈ ദാനത്തിന്റെ പ്രതിഫലം അവരുടെ പരലോക ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ ഒന്നുമില്ല. കാരണം പോകുന്നത് എങ്ങോട്ടാ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തൂണി ചുറ്റി, മുറിയാതെ ദിക്ർ ചൊല്ലി, ഖബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ കളിച്ചവൻ, നമ്മുടെ കൂടെ ഉറങ്ങിയവർ,
ആലോചിച്ചു നോക്കുന്നുണ്ടോ? ഖബർ എന്ന വീട്ടിലേക്ക്, ഏകാന്തതയുടെ വീട്ടിലേക്ക്, ഇരുൾ മുറ്റിയ വീട്ടിലേക്ക്, പുഴുക്കളുടെ വീട്ടിലേക്ക്, വായു സഞ്ചാരമില്ലാത്ത വീട്ടിലേക്ക്, ഏകാന്തമായിരിക്കുന്ന ഖബർസ്ഥാനിലെ പള്ളിക്കാട്ടിലേക്ക്, അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. ഒരു സംശയവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ഈമാനോടെയുള്ള മരണം തരട്ടെ. നമ്മുടെ ഖബറുകളെയൊക്കെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ കിടക്കാനുള്ള ഖബർ നമുക്ക് വേണ്ടി അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെയാണോ നമ്മൾ ഖബറടക്കം ചെയ്യപ്പെടുന്നത് അവിടെയുള്ള മണ്ണിന്റെ ഭാഗം അല്ലാഹു നമ്മുടെ ശരീരത്തോട് ചേർത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്നില്ല. നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കെ മാലാഖമാർ ഖബർ അഥവാ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ചേരുന്ന ഇടത്തു നിന്നുള്ള ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുമെന്നാണ്. എന്നിട്ടാണ് നമ്മൾ ആ മണ്ണോട് ചേരുന്നത്. അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നീ പള്ളിക്കാട്ടിലാന്ന് വെക്കുക, ഏത് ഖബറിലാന്നറിയില്ല, ഏത് സ്ഥലത്താന്നറിയില്ല. അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. ആലോചിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വാത് കഴിഞ്ഞു പോയി ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട ഭാര്യ നമ്മളുടെ വീട്ടിൽ സുന്ദരമായി നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. അവൾ ഭക്ഷണം വിളമ്പിത്തന്നു, നമ്മളത് കഴിച്ചു. രണ്ടുപേരും ഒരു കട്ടിലിൽ ഇറങ്ങി. 4 വയസ്സുള്ള മോന്, 2 വയസ്സുള്ള മോളെ, രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കിയേ, നമ്മൾ അങ്ങനെ ഉറങ്ങി. സാധാരണ രാവിലെ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നവളാണ്. 4:30 മണിക്ക് അലാറം അടിച്ചു, അവൾ എഴുന്നേൽക്കുന്നില്ല. അലാറം കേട്ട് നിങ്ങൾ ഉണർന്നു. എന്താണ് അവൾ എഴുന്നേൽക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഇന്നലെ നേരം വൈകി ഉറങ്ങിയത് കൊണ്ടാവും. 5 മണിയായി, അപ്പം അവൾ ഉണരുന്നില്ല. അതും കഴിഞ്ഞു. എന്റെ സഹോദരിമാരെ, 6 മണിയായി, സുബഹി ഖളാ ആകുമല്ലോ. നിങ്ങൾ ചാടി എഴുന്നേറ്റു, അവളെ കുലുക്കി വിളിച്ചു, അവൾ ഉണരുന്നില്ല, അവൾക്ക് ബോധമില്ല. നിങ്ങൾ ലൈറ്റിട്ടു, കയ്യിൽ പിടിച്ചു. അവളുടെ എന്തോ ഒരു തണുപ്പ് പോലെ തോന്നി. മുഖത്തേക്ക് നോക്കിയപ്പോ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിരിക്കുന്നു. റബ്ബേ, ഇവൾക്ക് എന്താ പറ്റിയത്? എന്താ ഇവൾക്ക് സംഭവിച്ചത്? ഒന്നും അറിയില്ല. നിങ്ങൾ വാപ്പയെ വിളിച്ചു, ജ്യേഷ്ഠനെ വിളിച്ചു, എല്ലാവരും ഓടി വന്നു, ഇവളെ കണ്ടു. അതേ, തൊട്ടടുക്കൽ നിങ്ങളുടെ കൂടെ കിടന്നിരുന്ന ഭാര്യയുടെ അടുക്കലേക്ക് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം വന്നു എന്ന വിവരം നിങ്ങൾ അംഗീകരിച്ചു. എന്താണ്ടായത്? അറിയില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അറിയില്ല. ഒരസുഖവുമില്ല, ഒരു രോഗവുമില്ലല്ലോ. വല്ലാത്ത ബേജാറായി. നാട്ടിലിങ്ങനെ പറയാൻ തുടങ്ങി. ഫോണിൽ വിളിച്ചു, അവളുടെ വീട്ടിൽ വിളിച്ചു. എല്ലാവരും ഞെട്ടുകയാണ്. യുവതിയായ നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണർന്നു. നിങ്ങളുടെ സഹോദരി അവളെ മാറ്റിക്കിടത്തി. കുഞ്ഞുങ്ങൾ 2 പേരെയും കൊണ്ടുപോയി. അവർക്ക് വീട്ടിൽ കല്യാണം പോലെയാ തോന്നുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നും മിണ്ടാൻ കഴിയാതെ വീടിന്റെ ഒരു മൂലയിൽ ചെറുപ്പക്കാരായി ഇങ്ങനെ നിൽക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാര്യയെ കിടത്തിയിരിക്കുകയാണ്. കാണാൻ വരുന്നുണ്ട് അയൽവാസികളും നാട്ടുകാരും കുടുംബക്കാരും. അവര് കണ്ടു. 12 മണിക്ക് മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. സ്വയം കുളിച്ചിരുന്ന നിങ്ങളുടെ പ്രിയതമയെ ഇന്ന് മറ്റുള്ളവർ ചേർന്ന് കുളിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേദനയോടെ ചിന്തിക്കേണ്ടി വന്നു. അവളുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാൻ കഴിയില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട സോപ്പ് തേക്കാൻ കഴിയില്ല. അവൾ ഉരക്കുന്നത് പോലെ ഉരക്കാൻ കഴിയില്ല. മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്തിന് വേണ്ടി യാസീൻ ഓതി. അവൾ വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. യാത്രയാകുമ്പോ നിങ്ങളൊന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയാണ്. പൂമുഖവാതിൽക്കൽ നിങ്ങളോട് സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്കൾ പോലെ വന്നിരുന്ന അവൾ നിങ്ങളോട് ഒന്നും ചോദിക്കാതെ യാത്ര പോവുകയാണ്. ഇനി മഹ്ശറിൽ വെച്ച് കാണാമെന്ന വർത്തമാനത്തോടെ നിങ്ങളും പിന്നാലെ പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിക്കുന്നുണ്ടോ? പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ വെച്ചു നിങ്ങൾ എന്നെ
ഇമാമ് നിന്നു, നിങ്ങൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടിയെ, നിങ്ങളുടെ ഭാര്യയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബർസ്ഥാനിൽ കുഴിക്കപ്പെട്ട ഖബറിൽ അവളെ ഇറക്കി വെക്കുകയാണ്. വിതുമ്പലോടെ നിങ്ങളുടെ പ്രിയതമക്ക് നിങ്ങൾ യാത്ര നൽകുകയാണ്. മൂടുകല്ല് വെച്ചു, 3 പിടി മണ്ണ്. ഇതല്ലാതെ നീ നൽകിയ സ്നേഹത്തിന് പകരം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഒന്നും മിണ്ടുന്നില്ല, ഒരാളും ഒന്നും പറയുന്നില്ല. അവളുടെ തലയുടെ ഭാഗത്തിരുന്ന് ചൊല്ലിക്കൊടുത്തുപോയി, പെണ്ണേ, നിന്റെ അടുക്കലേക്ക് ഞങ്ങളൊക്കെ പോയാൽ നിന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരും. അവർ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവർ നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാമേതാണ്, നിന്റെ ഖിബ്ല ഏതാണ്? നീ അവരോട് പറയണം നല്ല വാക്കോടെ, നല്ല വർത്തമാനത്തോടെ, അല്ലാഹു റബ്ബീ വ മുഹമ്മദുൻ നബീ വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി. നിങ്ങൾ ഖബറിന്റെ മീസാൻ കല്ല് വെച്ച് ഉസ്താദ് ദുആ ചെയ്തു, കണ്ണീരോടെ ആമീൻ പറഞ്ഞ് സലാം പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന രംഗം. നാട്ടുകാര് വരുന്നു, ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉമ്മയെ ചോദിക്കുന്നു, മറുപടിയില്ലാതെ നിങ്ങൾ കുഴങ്ങുന്നു. ഇനി എനിക്കാരുമില്ല, വീട്ടിൽ വരുമ്പോ സ്വീകരിക്കാൻ ഭാര്യയില്ല, അവൾ പോയിരിക്കുന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തെ ദിവസം രാത്രി 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു. കിടന്നിട്ട് നിങ്ങൾ ഉറക്കം വരുന്നില്ല. ചെറുപ്പക്കാരാ, നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ ഭാര്യയെ ഓർക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അവളെ ഒന്ന് കാണാനുള്ള മോഹം നിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. ഒരൊറ്റ തവണ അവളുടെ മുഖം കണ്ടാൽ നിന്റെ സങ്കടങ്ങളെല്ലാം തീർന്നു പോകുമല്ലോ. വീടിന്റെ പിൻഭാഗത്തേക്ക് പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ? മൺവെട്ടിയെടുത്തിട്ട് നീ പള്ളിക്കാട്ടിലേക്ക് പോകുമോ? പള്ളിക്കാട്ടിൽ ഇമാം ഉറങ്ങുമ്പോ, അവിടെ മുക്രി ഉറങ്ങുമ്പോ, പള്ളിക്കാട്ടിൽ ആ മണ്ണിന്റെ ചുവപ്പ് മാറാത്ത, ആ നനവ് മാറാത്ത ആ മണ്ണ് കിളക്കാൻ ചെറുപ്പക്കാരെ ധൈര്യമുണ്ടോ? ആ മണ്ണിങ്ങനെ നീ മൺവെട്ടി കൊണ്ട് മാറ്റുമ്പോൾ, നിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ ഉറ്റുമ്പോൾ, നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ, എനിക്ക് എന്റെ പെണ്ണിനെ കാണാമല്ലോ, എന്റെ ഭാര്യയെ കാണാമല്ലോ, അവളുടെ മുഖമൊന്ന് കാണാമല്ലോ, നിനക്ക് ധൈര്യമുണ്ടോ? മൂടുകല്ല് കണ്ടാൽ, സർവശക്തിയും ഉപയോഗിച്ച മൂടുകല്ലൊന്ന് വെച്ചാൽ ഇതുപോലൊരു ദുർഗന്ധം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്രയും ശക്തമായ ദുർഗന്ധമാ പ്രിയപ്പെട്ടവരെ, അത്രയും കഠിനമായ ദുർഗന്ധമാണ് നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം. നിന്റെ കൈവശമുള്ള മൊബൈലിലെ ടോർച്ച് കൊണ്ട് ആ ഖബറിന്റെ ഉള്ളിലേക്കൊന്നടിക്കാൻ ധൈര്യമുണ്ടോ? കൈവശമുള്ള കോലുകൊണ്ട് അവളുടെ മുഖത്തുള്ള മറവൊന്ന് മാറ്റാൻ ധൈര്യമുണ്ടോ? അവളുടെ തലയിലാ മുടിയില്ല, കണ്ണുകൾ അവിടെയില്ല, മുഖമെല്ലാം ആകെ വികൃതമായി, ശലവും ചോരയും രക്തവുമെല്ലാം ഒഴുകി ആകെ വികൃതമായ രൂപത്തിൽ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇതാണ് മുഅ്മിനീങ്ങളെ ഓരോ മനുഷ്യന്റെയും അവസ്ഥ. മരണം, അതിനെ തുടർന്ന് വരുന്ന ഖബർ, ഇത് അനുഭവിക്കാത്തവരായി ലോകത്തൊരാളുണ്ടാവില്ല. അനുഭവിക്കേണ്ടവരാണ് എല്ലാവരും. അതിനെ ഓർത്ത് ഈമാനോടെ, ദീനോടെ നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തെ ജീവിതം ആഘോഷിക്കേണ്ടവരോ ആസ്വദിക്കേണ്ടവരോ അല്ല, ഈമാനോടെ അനുഭവിക്കേണ്ടവരാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് മരിക്കുന്ന സമയത്ത് റബ്ബേ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാരും ആമീൻ പറയൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ. റഹ്മാനേ, റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ. അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ 2ാം നിലയുടെ നിർമ്മാണത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. തന്നാ നഷ്ടാവില്ല. വലുത് തന്നവരാണ്, ഈ സംരംഭം തന്നവരാണ്, ഈ ഭൂമി തന്നവരാണ്. ഇത് ഇത്രയും തന്നത് നിങ്ങളോ, വലുതായത് നിങ്ങൾ ഓരോരുത്തരും തന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ തരിക.
ഹജ്ജിന് പോകാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് തരിക, മാതാപിതാക്കളുടെ ഖബറിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് തരിക. സഹോദരിമാരെ, നിങ്ങളാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലായിരിക്കും, നാട്ടിൽ ജോലിയുള്ള ആളായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് വാഗ്ദാനം ചെയ്യുക, ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ അത് തരാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുക. ഒരു സ്വതക്കയല്ലേ, ഞാൻ ഇന്ന നിയ്യത്ത് വെച്ച് കൊടുത്തതാണ്, ധൈര്യത്തോടെ നിങ്ങൾ തരിക. രോഗം ശിഫയാവാൻ നിങ്ങൾ തരിക. കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു സ്ക്വയർ ഫീറ്റിന്, ഇതിന്റെ മുകളിലുള്ള ബിൽഡിങ്ങിന്റെ ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണിത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഒരു 10 സ്ക്വയർ ഫീറ്റ് തരാൻ തയ്യാറുള്ള എത്ര ആളുകൾ നിങ്ങളുടെ ഈ മജ്ലിസിൽ ഉണ്ടാവും? അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയും. അല്ലാഹുവേ, പടച്ചോനെ, ആരൊക്കെയാണോ അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഒന്ന് കൈയുയർത്തിപ്പിടിച്ച് ആമീൻ പറയൂ റഹ്മാനേ. 10 സ്ക്വയർ ഫീറ്റ് തന്ന് ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്ത് തന്നവർക്ക് നീ അതിന് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. മക്കളെ ഉറക്കാമി പറയൂ, നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, നീ കൊടുക്കണേ അല്ലാഹ്, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മാതാപിതാക്കൾക്ക് വേണ്ടി തരുന്നവർ, അവർക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്.